അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉപ്പിനങ്കടിയിൽ നടന്നൊരു സംഭവം. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു ബസ് ഡ്രൈവർ, ചെറുപ്പക്കാരൻ, രണ്ട് ചെറുപ്പക്കാർ കൂടി ഇവനെ അടിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടിക്കുക, കൊല്ലുക, ദ്രോഹിക്കുക, ഇതൊക്കെ പരിഹാരമാണോ? നാം മുസ്ലിമീങ്ങളല്ലേ? ഒരു മനുഷ്യൻ അവനിക്കിഷ്ടമല്ലാത്ത പ്രവൃത്തിയോ അല്ലെ കാഴ്ചകളോ എന്തെങ്കിലും കാണുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമാണ്. ഈ റിയാസ് എന്ന ചെറുപ്പക്കാരനെ അടിച്ചതിൻ്റെ കാരണമാണ് വല്ലാത്ത വേദനിപ്പിച്ചത്. ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ നമുക്കുണ്ടാകാം, ഇഷ്ടമില്ലാത്ത ചില കാഴ്ചകൾ, നമ്മുടെ മനസ്സിനെ വെറുപ്പിക്കുന്ന ചില സംഭവങ്ങൾ ആരുന്നുണ്ടാകാം. നമ്മുടെ കുടുംബത്തിനുണ്ടാകാം, നമ്മുടെ മക്കളിൽ നിന്നുണ്ടാകാം, ഭാര്യയിൽ നിന്നുണ്ടാകാം, അല്ലെങ്കിൽ നാം യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കിൽ വരുന്ന ചില ആളുകളിൽ നിന്ന് മുന്നിൽ പോകുന്ന, അങ്ങനെ ആരുന്നുണ്ടാകാം. നമുക്കൊന്നും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടാൽ അത് നമുക്കിഷ്ടമായില്ല എന്നതുകൊണ്ട് ആ വൈകാരികതയിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം അതിന് പരിഹാരമായി കണ്ടെത്തേണ്ടത് ഒരു മനുഷ്യനെ വധിക്കലാണോ അല്ലെങ്കിൽ അടിക്കലാണോ? ഇതിനൊക്കെ നാം പരിശുദ്ധമായ ദീനിൻ്റെ അഹ്ലുക്കാരല്ലേ? ദീൻ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതല്ലേ ഒരു മുസ്ലിമായി നാം ചെയ്യേണ്ടത്? എല്ലാ സാഹചര്യങ്ങളും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാം റസൂലിൻ്റെ ഉമ്മത്താണ്. ഇത് ഒരു ഉത്തമ സമുദായം, ഒരു മാതൃക സമുദായം എന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി വരുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. നമുക്ക് കാണുമ്പോൾ ഇത് നിസ്സാരം, ഇത് വലിയ വിഷയമാക്കേണ്ടതാണ്. വലിയ വിഷയം തന്നെയാണ്. നാം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നമുക്ക് ജീവിതത്തിലുണ്ടാകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെടാത്തത്, തൃപ്തിയല്ലാത്തത്, അതൊക്കെ നമുക്കത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ വൈകാരികത, അത് പിന്നെ അവസാനം നമ്മൾ വല്ലാത്ത ദേഷ്യപ്പെടുന്നു, വല്ലാത്ത വിഷയമാകുന്നു. ചിലപ്പോൾ ചെറിയ ചെറിയ കാരണം കൊണ്ട് വലിയ വലിയ ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെയ്തത് എന്താണ്? അവർക്കതിഷ്ടമായില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അത് മുസ്ലിം ചെറുപ്പക്കാരനല്ല, രണ്ടാൾക്കാരും. ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാകും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ കൂട്ടത്തിലുണ്ടാകും. നാം ഇഷ്ടപ്പെട്ടത്, നമ്മുടെ താല്പര്യത്തിന് വേണ്ടി എല്ലാവരും ജീവിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. നമുക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടമേ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ? അതെനിക്ക് പരിഹാരമാർഗം മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായി പറയുകയാണ്, ഇങ്ങനെ നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, പ്രവർത്തികൾ ഒരാളുണ്ടായി, ആ സമയത്ത് നമുക്ക് വല്ലാത്ത വേദനയാവുകയാണ്. ആ സമയത്ത് നാം എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇദാ ഗളിബ അഹദുക്കും, നിങ്ങൾ ഒരാൾക്ക് വല്ലാത്ത ദേഷ്യമുണ്ടായി, പെട്ടെന്ന് ഭാര്യയെ അല്ലെങ്കിൽ കുടുംബത്തെ അല്ലെങ്കിൽ കൂടെപ്പിറപ്പുകൾ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നവർ, ആ സമയത്ത് ഫല്യസ്കുത്ത്, നീ മൗനം പാലിക്കണം, നിശബ്ദത പാലിക്കണം. ആദ്യം അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ശൈത്താൻ നിന്നാണ്, ഈ പൈശാചിക ശൈത്താൻ നിന്നാണ് ഈ കോപം, ദേഷ്യമെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായാൽ ശൈത്താനിൻ്റെ കാവലിനെ ചോദിക്കണമെന്നാണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒന്നാമതായി നാം ചെയ്യേണ്ടതാണ്. നമ്മെ ദേഷ്യപ്പെടുപ്പിക്കുമ്പോൾ, നാം ഇത് ചെയ്യുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത്? നമുക്കിപ്പോൾ നമ്മളെക്കാൾ ചെറിയ പ്രായം, നമുക്ക് അവരോട് നല്ല പൊരുതി നേടാനുള്ള ആരോഗ്യം നമുക്കുണ്ടാകാം. എന്നാൽ എന്നോടാണ് ഇവൻ്റെ കളി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അതിനെ പ്രതികരിക്കലല്ല ചെയ്യേണ്ടത്. നാം ആ സമയത്ത് എന്തിന് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നാം പറയണം? അവൻ നമ്മെ വല്ലാത്ത വേദനിപ്പിച്ചല്ലേ, അവൻ അടിക്കണ്ടേ, അവനെ കൊല്ലണ്ട കേസല്ലേ അവൻ ചെയ്തത് എന്നൊക്കെ തോന്നും. നമുക്ക് സാധിക്കും അവനോട് ഇതിൻ്റെ പ്രതികാരം തീർക്കാൻ. എന്നാൽ നാം അത് ചെയ്യരുത്. എന്തിനറിയോ? നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുമെന്നാണ് മുത്തായ റസൂൽ പഠിപ്പിച്ചത്. ആ സമയത്ത് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് നാം രക്ഷപ്പെടും, നമുക്ക് സ്വർഗം ലഭിക്കുമെന്ന് മുത്തായ ഹബീബ പറഞ്ഞത്. ഇത്രയുള്ള നേട്ടങ്ങളുണ്ടെന്ന, സ്വർഗത്തിൽ ഏത് സ്ത്രീകളെ വേണമെങ്കിലും അവനക്ക് തിരഞ്ഞെടുക്കാമെന്ന്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, അതായത് ഷെയ്ത്താനോട് പൊരുതാനുള്ള ശേഷി അവനിക്കുണ്ടാകുമെന്നാണ്. ഇത് ഷെയ്ത്താൻ ഉണ്ടാക്കുന്ന, ഷെയ്ത്താൻ്റെ വല്ലാത്തൊരു കളിയാണ്.
ആ സമയത്ത് അവൻ എന്നെ ദേഷ്യപ്പിടിപ്പിക്കുന്നത്, അവനെ ഷെയ്ത്താൻ നമ്മളെ ദേഷ്യപ്പിടിപ്പിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം, തിരിച്ചറിയണം. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നാം പറയും. ഇനി ആ ദേഷ്യപ്പിടിപ്പിക്കുന്ന ആൾ ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടാമത് ഞാൻ ചെയ്യേണ്ടത് ഫൽ യജ്ലിസ്. റസൂൽ പറഞ്ഞു ഇരിക്കുക. നീ ഇരുന്നവനാണ്, അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ഫൽ യൽതജി, നീ കിടക്ക്. അതാണ് സ്വീകരിക്കേണ്ട മാർഗം. മൂന്നാമത് പറയുന്ന മാർഗം അതാണ്. ദേഷ്യം വരുമ്പോൾ ഇതാ ഗളബ അഹദുകും ഫല്യസ്കുത്, നീ മിണ്ടാതിരിക്കുക, നിശബ്ദ പാലിക്കുക. കാരണം അപ്പം സംസാരിക്കാൻ പോയാൽ അനാവശ്യങ്ങൾ തെരികൾ പലതും നമ്മുടെ നാക്കിന്ന് വരും. എത്ര ആളുകളാ പിന്നെ പോറ്റി പൊറുക്കണേ, ക്ഷമിക്കണേ, അറിയാതെ പറഞ്ഞു പോയത്, പറ്റിപ്പോയത്. ഇത് ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. ആ സമയത്ത് ഒരു ചെറിയൊരു നിശബ്ദത പാലിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ജനങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, അംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ സ്വയം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ്. മുത്തഖീങ്ങൾക്കാണ് സ്വർഗം എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മുത്തഖീങ്ങൾ ആരാണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായ, അവർക്ക് 3 ഗുണങ്ങളുണ്ട്. ആ 3 ഗുണങ്ങളുള്ളവരാണ് മുത്തഖീങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വദറായി വൽ ഖാദിമീനൽ ഗൈദ് വല്ലാഫീന അനിന്നാസ്. അല്ലേ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ വദറാ, കഷ്ടം അതുപോലെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് അല്ലാഹുവിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കലാണ്, പാവങ്ങളെ സഹായിക്കുകയാണ്. അൽ ഖാദിമീനൽ ഗൈദ്, ദേഷ്യം വരുമ്പോൾ അത് ഒതുക്കാനുള്ളൊരു ശക്തി ഒരാൾ കിട്ടിയാൽ അവനാണ് മുത്തഖി. വഇദ്ദത്തുൽ മുത്തഖി, സ്വർഗം മുത്തഖീങ്ങൾക്കാണ്. എന്താ ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ? തർക്കുൽ ഗളബ്, ദേഷ്യത്തെ ഉപേക്ഷിക്കലാണ്. അത് തന്നെയാണ് ഹുസ്നുൽ ഖുൽഖ് എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നാലാമത്തൊരു കാര്യം പറയുന്നതെന്തറിയോ? വുളൂ ചെയ്യാൻ വേണ്ടിയാണ്. എന്തിനാണ്? ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, ഈ ദേഷ്യം വരുന്നത് ശൈത്താൻ എന്നിട്ടാണ്. വഇന്ന ശൈത്താന ഫഖുലിക മിനന്നാർ, ശൈത്താനെ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ്. വഇന്നമാ തുത്ഫഉ നാറു, തീയെ കെടുത്തുന്നത് ബിൽമാ, വെള്ളമാണ്. തീയെ കെടുത്തണമെങ്കിൽ വെള്ളം വേണം. എന്നാൽ ഫല്യതവല്ലഹ അഹദുക്കും, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് ദേഷ്യം വന്നാൽ അവന് വുളൂ എടുക്കട്ടെ, ദേഷ്യം അങ്ങ് മാറിക്കൊള്ളും. ഇതൊക്കെ ചെയ്യുന്നതിനാൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ കിട്ടും. അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടും, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടും, അള്ളാഹുവിൻ്റെ കോപത്തിന് രക്ഷപ്പെടും, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നൊക്കെ നാം രക്ഷപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന് മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. നമുക്ക് ദേഷ്യം വരും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, എനിക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു അമൽ പറഞ്ഞു തരണമെന്നാണ്. സ്വർഗത്തിൽ പോകുന്ന അമൽ. അബൂ ദർദാ എന്തോ പറഞ്ഞു തരും, ദിക്ർ പറഞ്ഞു തരും, അല്ലെങ്കിൽ നിസ്കാരം എന്തെങ്കിലും പറഞ്ഞു തരും. ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത്, നീ ദേഷ്യപ്പെടണ്ട, നീ സ്വർഗത്തിലേക്ക് എത്തിക്കോളും. ദേഷ്യപ്പെടാതെ അങ്ങനെ മനസ്സിനെ നിയന്ത്രിച്ചാലേ സ്വർഗം കിട്ടൂ എന്നാണ് അബൂ ദർദാ പറഞ്ഞത്. ഒരാൾ വന്ന് പല തവണ റസൂലിലേക്ക് ആവർത്തിച്ച് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം പറഞ്ഞു തരാം, കാരണം നാട്ടിൽ പോയിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മുത്താഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ ദേഷ്യപ്പെടണ്ട. പിന്നെ ബസ് ആവർത്തിച്ചു, പിന്നെയും പറഞ്ഞു നീ ദേഷ്യപ്പെടണ്ട, പിന്നെയും ആവർത്തി, അപ്പോഴും പറഞ്ഞു ദേഷ്യപ്പെടണ്ട. അത് തന്നെയാണ് ഹുസ്നുൽ ഖൽഖ്, അത് തന്നെയാണ് സൽ സ്വഭാവം എന്നാണ്. നാവിനെ നാം നിയന്ത്രിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തെറ്റുകളിൽ നിന്ന് നാം രക്ഷപ്പെടും. അതുപോലെ കോപത്തെ നാം നിയന്ത്രിച്ചാൽ ശിക്ഷയിൽ നിന്ന് നാം രക്ഷപ്പെടും, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്. നാം ഒരാൾക്ക് ക്ഷമിച്ചു കൊടുത്താൽ, നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും വെറുപ്പോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ചെയ്താൽ നാം അവർക്കൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ അള്ളാഹു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം വരുന്ന സമയത്ത്, അല്ലേ, ആ പാവപ്പെട്ട മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നവനിക്ക് എന്തോ വണ്ടിയിൽ പോകുമ്പോൾ ആറിനടിച്ചു, പലതവണ ആവർത്തിച്ചത് ഇഷ്ടപ്പെട്ടില്ല, അടിക്കാൻ പോയി. അത് 2 മുസ്ലിം ചെറുപ്പക്കാരൻ, 18ഉം 25 പ്രായമുള്ള 2 ചെറുപ്പക്കാരാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ, ഈ ചെറിയ കാരണം, ഈ അടുത്ത് ചെറിയ കാർ ഇങ്ങനെ വരസ്യതേ ഉള്ളൂ, അതിനുവേണ്ടി അടിച്ചു കൊന്നു. ചെറിയ കാരണത്തിന് വേണ്ടി അടിച്ചു കൊല്ലുക, അടിക്കുക, ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, നമുക്കിഷ്ടമില്ലാത്ത നിങ്ങളെ പ്രവൃത്തി കണ്ടപ്പോഴേക്ക് നാം പോയത്. അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ. നാം മുസ്ലിമീങ്ങളല്ലേ, മുസ്ലിമീങ്ങളായി ജീവിക്കണം. മുസ്ലിമീങ്ങളതായ ഒരു നിയമമുണ്ടല്ലോ, ആ നിയമം പാലിച്ച് നാം ജീവിച്ചല്ലേ മുസ്ലിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് മുഹമ്മദ്, അബ്ദുള്ള അല്ലെങ്കിൽ ഫാറൂഖ് ഇങ്ങനെ പേർ വെച്ചതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാര്യമുണ്ടോ?
എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മെ കണ്ട് മറ്റുള്ളവർ പഠിക്കേണ്ടവരല്ലേ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുപ്പക്കാർ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.